സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തതിന് ശേഷമാണ് സംഗീതബഹളം ആരംഭിക്കുന്നത്. പക്ഷേ മാസങ്ങൾക്ക് മുമ്പേ ഈ ക്രിസ്ത്യൻ സഭാ നേതൃത്വം ഇതിനെതിരായി വിമർശനം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നമ്മൾ അവരുടെ ചാനലുകൾ ശ്രദ്ധിച്ചാൽ അവരുടെ ഷെക്കീന, ഗുഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാരലൽ വേൾഡിൽ വേറൊരു സംഗതി നടക്കുന്നുണ്ട്. അവർ ഇതിനെതിരെ കുറേ ആഴ്ചകളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സംസാരമാകട്ടെ ഇപ്പോൾ തുടങ്ങിയതല്ല, ലൂസിഫർ ഇറങ്ങിയ കാലം മുതലുണ്ട് അവർ ഈ വിമർശനം ഉന്നയിക്കുന്നത്. അവരുടെ വിമർശനം എന്താണെന്നറിയോ? ഇതൊരു സൈറ്റൻ വേർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയാണെന്ന് മാത്രമല്ല, അങ്ങനത്തെ ഒരു ഗ്ലോബൽ പ്രോജക്റ്റിൻ്റെ ഭാഗമാണെന്നാണ് അവർ പറയുന്നത്. മനസ്സിലായില്ലേ? അത് പിന്നെ എംപുരാൻ എന്നെഴുതിയതിൽ ശ്രദ്ധിച്ചില്ലേ, എ വേറെ കളറിലാണ് എഴുതിയിരിക്കുന്നത്. ഈ എ എന്നുള്ളത് ഈ സൈറ്റൻ വേർഷിപ്പുകാർ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ്. 999 വണ്ടിയുടെ നമ്പർ. അതൊരു ബിബ്ലിക്കൽ റെഫറൻസാണത്. അത് സൈറ്റൻ്റെ നമ്പറാണത്. പാതാളത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖ, ജംറകളിൽ കല്ലേറ് കൊള്ളുന്നവൻ, പാതാളത്തിൻ്റെ സന്തതി, മഹിരാവണൻ, ഇബിലീസ്, ലൂസിഫർ. തമോഗോളങ്ങളുടെ എമ്പുരാൻ. അവൻ പിതാവും പുത്രനും പരാജയപ്പെടുന്നിടത്ത് ലൂസിഫർ വരും അല്ല. അപ്പോൾ ആരാണ് അപ്പോൾ സൈറ്റൻ വേർഷിപ്പ് എന്നുള്ളതൊരു ഗ്ലോബൽ ഫിനോമിനയാണ്. പിന്നെ എന്ന് മാത്രമല്ല, ലോകത്ത് ഒരുപാട് അണ്ടർ വേൾഡ് ഗ്യാങ്ങുകൾ, ഡ്രഗ് കാർട്ടൽസ്, അതേമാതിരി ഇങ്ങനത്തെ ഈ പാരലൽ വേൾഡിൽ പല നിലക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന പലതരം സംഘങ്ങൾ, അവരുപയോഗിക്കുന്ന സിംബൽസ്, അക്ഷരങ്ങൾ, അവരുടെ കുരിശുരൂപങ്ങൾ, ഇത്തരം സിംബലുകളുടെ വ്യാപകമായ ഉപയോഗം ലൂസിഫറിലുമുണ്ട്, എംപുരാനിലുമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചില്ലറ പരിപാടിയല്ല, ഇത് വേറൊരു പ്രോജക്റ്റാണ് എന്ന വിമർശനം കുറേ കാലമായിട്ട് നിരന്തരമായി ഈ സഭയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഉത്തരവാദപ്പെട്ട ആളുകൾ, ബിഷപ്പുമാരൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ബിഷപ്പുമാർ അല്ലെങ്കിൽ സഭാ നേതാക്കന്മാർ അവരുന്നയിക്കുന്നൊരു വിഷയം ശരിയാം വിധം സമൂഹത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തൊരു പ്രശ്നം അവർക്കുണ്ട്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യക്ഷത്തിൽ തന്നെ മണ്ടത്തരം, ഭൂലോക മണ്ടത്തരം എന്ന ആളുകൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇതിപ്പോൾ മീനച്ചിൽ നിന്ന് 400 പെൺപിള്ളേരെ ലവ് ജിഹാദ് വഴി തട്ടിയെടുത്ത് കോഴിക്കോട്ട് എത്തിച്ച് കപ്പൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി ഒരു മനുഷ്യൻ പ്രസംഗിക്കുകയാണ്. അയാൾക്ക് പിന്തുണയുമായിട്ട് ഔദ്യോഗികമായിട്ട് സഭാ നേതൃത്വ രംഗത്ത് വരികയാണ്. അതുകൊണ്ട് വിശ്വാസ്യത തകർന്നു പോയ ഒരു പ്രശ്നം സഭാ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് അവർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉയർത്തുന്ന വിമർശനങ്ങളെയും ആളുകൾ ഗൗരവത്തിലെടുക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഈ സംഘികൾ ഈ സിനിമ തിയേറ്ററിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയ ബഹളം മാത്രമല്ല, അതിന് മുമ്പ് വേറെ നിലക്കുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഇവിടെയുണ്ട്. ഇനി സയ്യിദ് മസൂദ് എന്താ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമൂഹത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന ഒരു ആക്രമണം, അതിനെതിരായിട്ടൊരു പേഴ്സണൽ റിവെഞ്ചാണ്. ഈ എമ്പുരാനെ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ എന്താണത്? ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ പേഴ്സണൽ റിവെഞ്ചിൻ്റെ കഥയാണത്. അപ്പോൾ ഫാസിസത്തിനെതിരായിട്ടുള്ള, ഹിന്ദുത്വ പ്രോജക്റ്റിനെതിരായിട്ടുള്ള പോരാട്ടം, സമരം എന്ന് പറയുന്നത് അതൊരു പേഴ്സണൽ റിവെഞ്ചിലൂടെ തീർക്കേണ്ടുന്ന അല്ലെങ്കിൽ തീർക്കാവുന്ന കാര്യമാണോ? ഇതാണ് ഈ സിനിമയെ ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ വിമർശനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പേഴ്സണൽ റിവെഞ്ചാണോ ഒരു മുസ്ലിം ഒപ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മുസ്ലിം ഒപ്റ്റ് ചെയ്യാൻ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോട് പറയേണ്ടത്? അങ്ങനത്തെ ഗൗരവപ്പെട്ടൊരു പ്രശ്നം അതിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ പല അടരുകളുള്ള, പല സ്വഭാവത്തിലുള്ള വിശകലനങ്ങൾക്കും വിമർശനങ്ങൾക്കും സാധ്യതയുള്ളൊരു ഫിലിം ആയിരുന്നു. പക്ഷേ ഇത് ഈ പറയുന്ന ഒറ്റ കാര്യത്തിൽ ചുറ്റിക്കറങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കോൺസ്പിറസി തിയറിസ്റ്റുകൾ ഇതാരുടെ പദ്ധതിയാണ്, ഈ സിനിമയും ഈ വിവാദവും തന്നെ അത് ഒരൊറ്റ പദ്ധതിയാണോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. ഞാൻ കോൺസ്പിറസി തിയറികൾ വിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇങ്ങനെയുള്ള പല വിശകലനങ്ങൾക്ക് സാധ്യതയുണ്ട്.